ഭാവനയുടെ ഒരു ഹൊറർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമുണ്ട്, എപ്പോഴാ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിട്ട്. സിനിമയുടെ പേര് ഹണ്ട്. സോ ഈ അടുത്ത് തന്നെ ഭാവനയുടെ തമിഴിൽ നിന്ന് ഒരു ഹൊറർ പടം ഇറങ്ങിയിട്ടുണ്ട്, ദ ഡോർ പറഞ്ഞിട്ട്. പലരുടെയും വിചാരം ഈ ഹണ്ടിന്റെ തമിഴ് വേർഷൻ ആണ് അത്. അങ്ങനെയല്ല, രണ്ടും വേറെ വേറെ സിനിമയാണ്. ആൻഡ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഷാജി കൈലാസ് ആണ്. അത് അടുത്തൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര സീരിയസ് മോഡിലോട്ടാണ് പടം പോണത്. ഒരു ടാർ വീപ്പ് ചെയ്യുന്ന ഒരു ഡെഡ് ബോഡി കിട്ടുന്നു, അതേ സമയത്ത് അതിന് പാരലായിട്ട് വന്നിട്ട് കുറച്ച് ഹൊറർ എലമെന്റ്സ് നടക്കുന്നു. ഇത് തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിന് കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് നമ്മുടെ അജ്മൽ അമീർ ആണ്. അജ്മൽ അമീർ ഉണ്ടെങ്കിൽ അറിയാലോ പടം എങ്ങനെ പോയിട്ടാണ് എൻഡ് ചെയ്യാന്ന്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ കുത്തിത്തിരിപ്പ് സ്റ്റാർ നമ്മുടെ സുരേഷ്, കീർത്തി സുരേഷിന്റെ അച്ഛൻ ആളാണ് ഇതിൽ നമ്മുടെ ഭാവനയുടെ പ്രൊഫസർ ആയിട്ട്. അങ്ങേര് ആദ്യം വന്നിട്ട് ഒരു കന്നഡ കലർന്ന ഒരു മലയാളം പറയുന്നത്. അത്രയും നേരം അങ്ങേര് മലയാളം മര്യാദയ്ക്ക് പറയും. പിന്നെ ഇഡലി സാമ്പാർ എന്ന് പറയാൻ മാത്രം എന്തിനാണ് ഒരു കന്നഡ ഭാഷ അവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അത് കന്നഡ ആണോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ വന്നിട്ട് എനിക്ക് തോന്നിയത് ഭാവന നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സിനിമയില് ഈ ബോഡി ആരുടെയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സീന് വരെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളി ത്രില്ലർ ആയിരുന്നു. വൺസ് അത് കണ്ടുപിടിച്ച ശേഷം ഈ സിനിമയുടെ ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങോട്ട് എനിക്ക് വലിയ വർക്ക് ആയില്ല. ഈ ഡോർ സിനിമ ഇതേപോലെ തന്നെ ആയിരുന്നു. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ യൂഷ്വൽ റിവഞ്ച് കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഈ ഹൊറർ പടത്തിലും ഹൊറർ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി എന്നാണോ അതിന്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹൊറർ പടം കാണുമ്പോൾ പ്രേതങ്ങളോട് നമുക്കൊരു സിമ്പതിയാണ് തോന്നുന്നത്. ഇതൊരു ഹൊറർ പടം എന്ന് പറയുന്നേക്കാളും മോർ ഓവർ നമുക്കൊരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഇതിന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ രഞ്ജി പണിക്കരൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. രഞ്ജി പണിക്കരാണ് പ്രൊഫസർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ആ കൊച്ചിനെ സാറാ വിളിക്കും. ഇങ്ങേര് മാത്രം സെറ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചന്തുനാഥ് ഉണ്ട് ഈ സിനിമയില്. മലയാളം ഇൻഡസ്ട്രി പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ആക്ടർ എന്ന് എനിക്ക് പറയാനുള്ളൂ. കിടിലൻ ലുക്ക് ഉണ്ട്, കിടിലൻ ബോഡി ഉണ്ട്, വേണമെങ്കിൽ ഒരു ഹീറോ ആയിട്ട് വരെ കൊണ്ടുവരാം. പക്ഷെ ഇപ്പോഴും ഈ സൈഡ് റോൾസും അതേപോലെ ചില സമയത്ത് റോഞ്ഞ റോൾസ് ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ എനിക്ക് അത്ര കിടിലനായിട്ടൊന്നും തോന്നിയില്ല. ഷാജി കൈലാസിന്റെ യൂഷ്വൽ ക്യാമറ കറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കാം, മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. സോ ഡോറാണോ ഇതാണോ നല്ല ചോദിച്ചാൽ എനിക്ക് ഇതിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഡോറാണ്. കാരണം അതിൽ കുറച്ചും കൂടി സ്റ്റോറി ടെല്ലിംഗ്, ഡീറ്റെയിലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ പ്രേതം വന്നു കഴിഞ്ഞാൽ കണ്ണ് വെള്ളക്കളർ ആവുന്ന സാധനമൊന്നും ഇതിലില്ല. അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും മോഡേൺ പ്രേതപ്പടമാണെന്ന് തോന്നുന്നു. സോ പ്ലീസ്